ഇതിൻ്റെ ഒരു 5 വർഷമായ അവക്കാഡോൻ്റെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുക അവക്കാഡോൻ്റെ മരമാണ്. അപ്പോൾ ഇതിപ്പോൾ വിളവെടുത്താണ്. അപ്പോൾ സാധാരണ നമ്മൾ അവക്കാഡോ വിളവെടുത്താൽ സീഡ്ലിംഗ് തൈക്ക് 8 വർഷം 10 വർഷമൊക്കെ ആയിട്ടും കായ്ക്കാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ മൂതിര വളന് ഇട്ട് കൊടുത്താണ്, റിങ് എന്ന് പറയും. ഡബിൾ റിങ് ഇട്ട് കൊടുത്താണ് ഈ കാണുന്നത്. റിങ് ഇട്ട് കൊടുത്ത അതേ വർഷം തന്നെ നമുക്ക് അത്യാവശ്യം കായ്ച്ചു. അപ്പോൾ അവസാനം ഇപ്പോൾ ഒരു 5-6 ബാക്കിയൊക്കെ പലരും പൊട്ടിച്ച് പിന്നെ അതേപോലെ തന്നെ കൊഴിഞ്ഞു പോയി. ശ്രദ്ധിക്കാതെ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇത് ബട്ടർ കായ്ക്കാൻ മൂതിരവളം ഇട്ട് കൊടുത്താൽ കായ്ക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പം വീട്ടിൽ കായ്ക്കാത്ത മരങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റിങ് ഇട്ട് കൊടുക്കുക, 2 റിങ് ഇട്ട് കൊടുക്കുക, ഉറപ്പായിട്ടും കായ്ക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പൊട്ടിക്കുന്നൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങളവിടെ ചെയ്യാണ്. ഓക്കെ, പൊട്ടിക്കുകയാണ് കേട്ടോ. 5 വർഷം കൊണ്ട് കുരുപൊട്ട് കുഴപ്പിച്ച അവക്കാഡോ ആണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അത്യാവശ്യം നല്ല കനണ്ട്. എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. ഒരു പപ്പായൻ്റെ വലിപ്പമുണ്ട്. മഴയത്താണ്, ചെറിയ മഴ ഉണ്ട്. എല്ലാം ഒക്കെ ഒന്ന് പൊട്ടിച്ചാണ്. നല്ല സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുരുട്ട് മുളപ്പിച്ചാൽ അവക്കാഡോ ഉണ്ടാവില്ല എന്നുള്ളൊരു സംശയമൊന്നും ആരും വിചാരിക്കേണ്ട. 5 വർഷം കൊണ്ട് തന്നെ കുരുട്ട് മുളപ്പിച്ച് കഴിഞ്ഞ മഴക്കാലത്ത് മുതിരവള ഇട്ട്. അപ്പോൾ മുതിരവള ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു സമയത്താണ് ചെയ്യേണ്ടത്. ഡബിൾ മുതിരവള ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വളപ്രയോഗം ചെയ്തിട്ട് വേണം മുതിരവള ഇടാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലത്ത് നല്ല ഫാക്ടംബോസോ അല്ലെങ്കിൽ നന്നായിട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ചെയ്യുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ് അബ്ദുറസാഖ് തിരൂർ.